ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ്. പക്ഷേ എൻ്റെ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു ഭജന ശുശ്രൂഷയിൽ ഡെലിവറൻസ് നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ കാലത്ത് ഞാനല്ല, കർത്താവ് പറഞ്ഞിട്ട് ഞാൻ ആരംഭിച്ച ഒരു ചെറിയ ശുശ്രൂഷയാണ് മാർസലീവ TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ചെറിയൊരു അതൊന്ന് ഒരുപക്ഷെ എനിക്ക് ആമുഖമായിട്ടൊന്ന് പറയുന്നത്, ദൈവം എത്രമാത്രം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം നമുക്ക് വേണ്ടി എത്രമാത്രം സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ എന്നെ ശ്രമിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്: നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് സുന്ദരമായൊരു സ്വപ്നമുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് കർത്താവിനൊരു സുന്ദരമായ സ്വപ്നമുണ്ട് എങ്കിൽ ഈ സ്വപ്നത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുവാൻ വേണ്ടിയല്ല, കുതിച്ച് ഉയരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പകച്ച് പതറി നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, എനിക്കൊരു ചെറിയൊരു പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിന് മുമ്പ് ഞാൻ ഡിവൈനിലായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ആ ശുശ്രൂഷ മേഖലയിലേക്ക് ഞാൻ കൂടുതൽ കടന്നു വന്നത്. ആദ്യമായിട്ട് 2D 3D ആനിമേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം 2000 ആരംഭിച്ച് കുട്ടികളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലും വിദേശത്തുമൊക്കെയായിട്ട് ശിഷ്യസമ്പത്തുള്ള ഒരു വൈദികനാണ് ഞാൻ. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്താണോ അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ശൈലിയായിട്ട് വ്രതമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് കർത്താവ് എന്ന് പറയുന്നു ഈ ഒരു ചാനലിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയാൻ. കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു സന്ദേശം തന്നു. അതായത് മാരകമായ ഒരു രോഗം ലോകമാസകലം പടർന്നു പന്തലിക്കും. അപ്പം അതിന് പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ പല രാജ്യങ്ങളിൽ മരിച്ചു വീഴും. അപ്പോൾ ഞങ്ങളുടെ രൂപതയിൽ തന്നെയുള്ള അതിരൂപതയിലുള്ള ഏതാനും ഇടവകകളുടെ പേര് പോലും കർത്താവ് കൃത്യമായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ അത് പിന്നീട് ആ കോവിഡ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം അതിൻ്റെ തീവ്രതയിലേക്ക് പിന്നീട് വളരുകയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിന്നു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെയായി. അപ്പോൾ ആ സമയത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: ദേവാലയങ്ങളെല്ലാം പൂട്ടപ്പെടുമ്പോൾ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഈശോ ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആരംഭിച്ചതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ ചാനൽ. അപ്പോൾ ഈ ചാനലിലെ തുടക്കമെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചതാണ്, എനിക്കൊരു ചെറിയ ലാപ്ടോപ്പുണ്ട്, അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അതുകൂടാതെ ഞാൻ എൻ്റെ ഒരു ചെറിയ വീഡിയോ ക്യാമറ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ചെറിയ രീതിയിൽ ആരംഭിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കർത്താവ് വളരെ വിപുലമായിട്ട് ചിന്തിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യമായിട്ട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇതെല്ലാം എടുത്തു. കുറേ ഫോളോവേഴ്സിനെല്ലാം കിട്ടി. 10,000-ഓളം പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ അതിനുശേഷം പിന്നീട് കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ശുശ്രൂഷകളുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ UK നിന്ന് വരികയാണ്. ഔറംഗാബാദിൽ എൻ്റെ ധ്യാനം കൂടിയ ഒരു എഞ്ചിനീയർ UK ഒരു കോഴ്സ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മെസ്സേജ് കണ്ടു. അങ്ങനെ അദ്ദേഹം വിളിച്ചതാണ്. അപ്പോൾ അച്ഛനോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ചെറുക്കൻ UK ഇരിക്കുന്നു. ഔറംഗാബാദിലെ ഞാനൊരു പുതിയ ക്യാമറ, ഏകദേശം 3 ലക്ഷം രൂപയോളം വിലയുള്ള ക്യാമറയും അതിൻ്റെ സംവിധാനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. അത് അച്ഛന് തരണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് കാര്യങ്ങൾ കാണുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ വിശ്വാസം ആറിത്തണുത്തു പോകുന്നത്. അപ്പോൾ നമ്മളോട് കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നത് കർത്താവ് തന്നെയാണ്. ഈ ഒരു ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ട് ഉത്കണ്ഠയും ആകുലതയും എല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ ഫ്രീ ആയ ഒരു വൈദികൻ എന്നാണ് പൊതുവെ എന്നെക്കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്: കർത്താവ് തന്ന ചില അനുഭവങ്ങളിലൂടെ, ചില ബോധ്യങ്ങളിലൂടെയാണ് എൻ്റെ നേച്ചർ മാറിയത് എന്ന് ഞാൻ പറയും. ഇന്ന് മണിക്കൂറുകളോളം ഡെലിവറൻസ് ശുശ്രൂഷയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഒക്കെ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ കുമ്പസാരമൊക്കെ 8-10 മണിക്കൂർ കേൾക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒത്തിരിയേറെ ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ പയ്യൻ എന്നോട് പറഞ്ഞു, അപ്പം നമുക്കറിയാം കോവിഡൊക്കെ ആയി, എല്ലാ സ്ഥലത്തും പോലീസ് റെസ്ട്രിക്ഷൻസായി, നമുക്ക് വണ്ടിയിലെങ്കിലും പോകാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് ചാനൽ തുടങ്ങണം, ക്യാമറ
ഔറംഗാബാദിലിരിക്കുന്നു, ചെറുക്കൻ UK ഇരിക്കുന്നു. ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മുസ്ലിം സഹോദരൻ്റെ ഉമ്മ മരിച്ചുപോയി, അപ്പം അതുകൊണ്ട് അവർ പെട്ടെന്ന് നാട്ടിലേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ പോരുന്നുണ്ട്, എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, നീ ആ ക്യാമറ പൊതിഞ്ഞ് അത് വേണ്ട രീതിയിൽ ഇവരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അവനത് ഉടനെ തന്നെ അവൻ്റെ പപ്പായോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ആ ക്യാമറ അവരുടെ വീട്ടിലെത്തിക്കണം. അവർ വരുന്നത് വയനാട്ടിലാണ്, ഞാൻ ചങ്ങനാശ്ശേരിയിലിരിക്കുന്നു, വയനാട്ടിലാണ് അവർ ക്യാമറയും കൊണ്ടുവരിക. അപ്പം കർത്താവ് എന്നെ വഴിയൊരുക്കുന്നത്, എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ധാരാളം സാധനം വിട്ടേരെ. ഞാൻ അവിടെ 2 ദിവസം കഴിഞ്ഞ് വയനാട്ടിൽ വന്നു. ഞാൻ ആ വയനാട്ടിലേക്ക് പോയൊരു യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ചെറിയ വണ്ടി എന്ന് വെച്ചാൽ വലിപ്പമുള്ള വണ്ടി തന്നെയാണ്. ഈ വണ്ടിയിൽ ഞാൻ 2 ദിവസത്തേക്കുള്ള ഫുഡും എല്ലാം റെഡിയാക്കി വെച്ച്, ചപ്പാത്തി അങ്ങനെ ബാക്കി നമുക്കൊന്നും കഴിക്കാൻ പറ്റിയല്ലോ, റോഡിലൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തു. ആദ്യം എന്ന് പറയുന്നത് കിടങ്ങറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അവിടെ, വലിയൊരു പാലമാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ ഭയങ്കര ചെക്ക് പോസ്റ്റും എല്ലാം പോലീസുകാരൊക്കെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയുമായിട്ട് ഇങ്ങനെ ഓടിച്ച് പോകുന്നു. ഒത്തിരി വണ്ടികൾ മുമ്പിൽ കിടപ്പുണ്ട്. ഓരോരുത്തരായിട്ട് അവർ എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് പോവുകയാണ്. ഞാൻ സാധാ ഡ്രസ്സിലാണ്. അപ്പോൾ അച്ഛനാണ് എന്ന് കരുതിയുള്ള ആനുകൂല്യമൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് അവിടെ എത്തുന്നു. വേറെ ആരുമില്ല എൻ്റെ വണ്ടിയിൽ, ഞാനും കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് ഈ പറഞ്ഞ തൊട്ട് മുമ്പ് പോലീസുകാർ ചെക്ക് ചെയ്യുന്നു, വണ്ടി ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ കൈ കാണിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പോകുമെന്ന് പറയണം. അപ്പം ഞാനും പിന്നെ ആ കൂട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് പോയി. ഹല്ലേലൂയ. ചെക്കിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ്, പിന്നീട് ആലപ്പുഴയിലേക്ക് എടുക്കുമ്പോൾ വീണ്ടും അടുത്ത ചെക്ക് പോസ്റ്റ്. അപ്പോൾ അങ്ങ് ചെക്ക് പോസ്റ്റുകളെല്ലാം കടന്നു പോയപ്പോൾ ഒരു 3 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു. അപ്പോൾ ഈ നിമിഷം അത്രയും എൻ്റെ വണ്ടിയോ എന്നെയോ ഈ പോലീസുകാർ കാണുന്നില്ലായിരുന്നു. അത് നമ്മൾ അപ്പോസ്തല നടപടിയിൽ ഒരു അനുഭവമുണ്ട്. അതായത് പത്രോസ് ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തെ രാത്രിയിൽ തട്ടി ഉണർത്തി മാലാഖ അദ്ദേഹത്തെ കൊണ്ടൊരു പോക്ക് പോകുന്നുണ്ട്. അപ്പോൾ 3ാമത്തെ കാവൽ മാടം കഴിഞ്ഞ് അദ്ദേഹം ആ തെരുവിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് താനിപ്പോൾ ജയിലിലല്ല എന്നും, ഇപ്പോൾ നിൽക്കുന്നത് ജനങ്ങളുടെ മധ്യത്തിലുള്ള അല്ലെങ്കിൽ ആ തെരുവിലാണ് നിൽക്കുന്നത് എന്ന് പത്രോസ്ലീഹ തിരിച്ചറിയുക. ഏതാണ്ട് ഈ അനുഭവമാണ് അങ്ങോട്ടുള്ള യാത്രയിലും ഇങ്ങോട്ടുള്ള യാത്രയിലും ഞാൻ അനുഭവിച്ചത്. ഒരു പോലീസുകാരൻ പോലും എങ്ങും എൻ്റെ വണ്ടി കണ്ടില്ല, എന്നെ ചെക്ക് ചെയ്തില്ല. ഞാൻ അങ്ങനെ അവിടെ പോയി ഈ ക്യാമറയും കൊണ്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഷൂട്ടിംഗ് ആരംഭിച്ചു. അങ്ങനെ അത് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം ആദ്യത്തെ അപ്ലിങ്ക് 5 വർഷം മുമ്പ് ആരംഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനുശേഷം എൻ്റെ കൂട്ടുകാരുടെ ഇത് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, പല പള്ളികളിലും കറണ്ട് ചാർജ് പോലും അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഈ സമയത്തും കർത്താവ് തന്നെ എങ്ങനെ പരിപാലിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഒന്നുമില്ല. അപ്പം ഞാൻ കർത്താവ് പറഞ്ഞു നമ്മൾ തുടങ്ങി, അതാണ് തൊമ്മൻ സ്റ്റൈൽ. ഹല്ലേലൂയ. അപ്പോൾ അതിനുശേഷം കർത്താവ് പറഞ്ഞു നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓഡിയോ റെക്കോർഡിങ്. അപ്പോൾ ഈ ആനയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തൊഴുത്ത് എൻ്റെത് പോരാ. അപ്പോൾ അതുകൊണ്ട് വേറെ സംവിധാനം വേണം, അതിന് മെക്കിൻ്റെ സിസ്റ്റം വേണം, അതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, എന്തായാലും പൈസ അവർ നിൻ്റെ അക്കൗണ്ടിലേക്ക് തരും. അപ്പോൾ നിൻ്റെ ആവശ്യത്തിനുള്ള പൈസ ആയി കഴിയുമ്പോൾ നീ എന്നോട് പറഞ്ഞാൽ മതി, എപ്പോഴെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ നീ പൈസ അയക്കേണ്ട, കാരണം നമുക്ക് ആവശ്യം മാത്രമുള്ള പൈസ ആയിട്ടുണ്ട്. ഒരു ഓഡിയോ സ്റ്റുഡിയോ ഇപ്പോൾ ഇവിടെയുണ്ട്, ഒരു വീഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, 3-4 ക്യാമറകൾ, എല്ലാ സംവിധാനങ്ങളും കർത്താവ് വെറും 3 മാസം കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മളൊക്കെ ഒത്തിരിയേറെ ഉത്കണ്ഠകളും ആകുലതകളുമായിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ നമ്മളോട് കർത്താവിന് ഒരു കാര്യമേ പറയാനോ, നീ എന്തിനായി ഉത്കണ്ഠപ്പെടുന്നത്, നീ എന്തിനാ ആകുലപ്പെടുന്നത്? നിൻ്റെ നാളെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടുന്നു, വല്ല പ്രയോജനമുണ്ട്? നിൻ്റെ മക്കളെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടുന്നു, വല്ല പ്രയോജനമുണ്ട്? അപ്പം അതുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നീ ഉത്കണ്ഠപ്പെടുകയും ആകുലപ്പെടുകയും ചെയ്യേണ്ട. നിൻ്റെ പ്രശ്നങ്ങളെല്ലാം നിന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഈ നിമിഷം വരെയും കർത്താവ് വളർത്തിയ വഴികളിലൂടെ നോക്കുമ്പോൾ എനിക്ക് പിന്നീട് ഒരു വണ്ടി വലുത് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്കൊരു വണ്ടി ഇച്ചൊരു വലുതുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളെയും കുറുവൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്നുള്ള കർത്താവ് ക്രമീകരണം ചെയ്തു. അപ്പോൾ ഞാൻ ഈ വണ്ടി വാങ്ങാനും എൻ്റെ പഴയ വണ്ടി വിറ്റിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി ഒരു ഇന്നോവയാണ് ആഗ്രഹിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. എൻ്റെ 2000 രൂപയേ ഉള്ളൂ. ഹല്ലേലൂയ. വളരെ സമ്പന്നനാണ്. ഇന്നോവ മേടിക്കാൻ പോകണം, സെക്കൻഡ് ഹാൻഡാണ് കേട്ടോ. 2000 രൂപയും കൊണ്ട് ഞാൻ തൊടുപുഴയിൽ ചെന്ന് എൻ്റെ വണ്ടി വിറ്റു.
ബാക്കി പൈസയൊക്കെ CC ഇട്ട് തന്നു. അപ്പോൾ അത് ആ വ്യക്തിക്ക് CC ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ CC നേരെ എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ പോലും ചെയ്തില്ല. പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾ. ഞാൻ വാക്ക് കൊടുത്തു. ആ വാക്ക് അവസാന മാസം വരെയും എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. പക്ഷേ കറക്റ്റ് സമയമാകുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു ചെക്ക് പോലും ബൗൺസ് ചെയ്യാതെ കർത്താവ് എല്ലാം ക്യാഷ് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇതാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉത്കണ്ഠപ്പെടുകയും ആകുലപ്പെടുകയും പ്രത്യേകിച്ച് നമ്മുടെ ബന്ധനങ്ങളുടെ മേഖലയിൽ നമ്മളൊക്കെ പകച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നിന്നെ ഈ ഭൂമിയിൽ നിന്നും എടുത്തു മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്, നീ ലോകത്തിൽ ജീവിക്കേണ്ടവനാണ്. അപ്പോൾ നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളത് എന്തെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ അത് കൃത്യമായിട്ട് കർത്താവ് തരികയും ചെയ്യും. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും വരുംപരാഴികകളും എല്ലാം അറിയുന്ന പൊന്നു തമ്പുരാൻ എത്ര കൃത്യമായിട്ടാണ് നമ്മളെ പരിപാലിക്കുക എന്നുള്ളത് നമ്മളെ തിരിച്ചറിയും. അപ്പോൾ ഇതാണ് കർത്താവ് നമ്മളോട് ഈ പ്രഭാതത്തിൽ ഈ കുർബാനയുടെ മധ്യേ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദുഷ്ടനാരാണ്? ആരാ? നിങ്ങളുടെ അയൽവക്കത്തെ ചേട്ടനോ ചേച്ചിയോ അവരാണോ ദുഷ്ടൻ? അതോ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ? ആരാ ദുഷ്ടൻ? തന്നെ നിങ്ങൾ മരവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. ദുഷ്ടൻ എന്ന് പറയുന്നത് സാത്താനാണ്, മീൻ ബീശ എന്നാണ് നമ്മൾ സുറിയാനി സ്വർഗസ്ഥനായ പിതാവേ ചെല്ലുമ്പോൾ പറയുന്നത്. അപ്പോൾ ദുഷ്ടനിൽ നിന്നും കാത്തുകൊള്ളണം. ദുഷ്ടനുണ്ട്, ദൈവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനുമുണ്ട്. ദുഷ്ടൻ നമ്മുടെ ചുറ്റും നടക്കുന്നുമുണ്ട്. എന്നാലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ദുഷ്ടൻ ഒരു ചെറിയ സൈൻ എനിക്ക് തന്നു. തൃശ്ശൂരിലേക്ക് കിടന്നു കഴിഞ്ഞ് ഒരു കുടുംബത്തിൽ ചെറിയൊരു പ്രാർത്ഥന, ഒരു ചെറിയ സങ്കീർണമായ പ്രശ്നമുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ആ സഹോദരി എന്നോട് ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്, അച്ഛാ ഇതുവഴി കടന്നു വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊന്ന് വരണം, പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ താക്കോല് വണ്ടിക്കകത്ത് നമ്മുടെ സഹോദരൻ ഡ്രൈവർ പയ്യൻ ഇരിപ്പുണ്ട്. അവൻ്റെ കൈ കൊടുത്തിട്ട് ഒരു സാധനം എടുക്കാൻ വേണ്ടി അവനെ ഞാൻ താഴേക്ക് വിട്ടതാണ്. അത് കഴിഞ്ഞ് അവനെ ഓടി വന്നിട്ട് പറയണം, അച്ഛാ വണ്ടി ലോക്കായിപ്പോയി, ഓട്ടോ ലോക്കായിപ്പോയി, വണ്ടിയുടെ ചാവി അകത്തെ സീറ്റിലിരിപ്പുണ്ട്, വണ്ടി അനക്കാൻ പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ സാത്താൻ അടയാളം കാണിച്ചു. തൃശ്ശൂർ മേഖല എൻ്റെ ടെറിട്ടറിയാണ്. ആരാ പറഞ്ഞ്? കർത്താവാണ് പറഞ്ഞത്. തൃശ്ശൂർ മേഖല എൻ്റെ ടെറിട്ടറിയാണ്, നീ എൻ്റെ അകത്ത് കയറി കളിക്കരുത് എന്നുള്ള സൂചനയാണ് സാത്താൻ ഇന്നലെ തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 10-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറയുന്നു, അപ്പോൾ അവിടെ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ദൈവം നിന്റെ പ്രാർത്ഥന അന്ന് തന്നെ കേട്ടു. എന്നാ? 21 ദിവസം മുമ്പ്. അപ്പോൾ അദ്ദേഹം എളിമപ്പെടുത്തി പരിത്യാഗം ചെയ്ത് തപസ് ചെയ്ത് പ്രാർത്ഥിച്ചു. തൻ്റെ പിതാമഹന്മാരെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ട 70-ാം വർഷമായിട്ടുണ്ട്. റിമൈൻഡർ ആയിരുന്നു, കർത്താവിന് കൊടുത്തൊരു ക്ലോസ് റിമൈൻഡറാണ്. അപ്പോൾ അത് കർത്താവ് കൃത്യമായിട്ട് കേട്ടു. പക്ഷേ മറുപടി എന്നാ വന്നത്? 21-ാം ദിവസം. അവിടെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, ദേശത്തിൻ്റെ അധിപതിയുമായി ഞാൻ യുദ്ധത്തിലായിരുന്നു. അപ്പോൾ ദേശത്തിൻ്റെ അധിപതിയുമായി ഞാൻ യുദ്ധത്തിലായിരുന്നു, അതുകൊണ്ടാണ് നിന്നോട് ഈ സന്ദേശം അറിയിക്കാൻ വൈകിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം, നമ്മുടെയൊക്കെ ദേശത്തിന് അധിപന്മാരുണ്ട്. നമ്മളീ കാണുന്ന രാഷ്ട്രീയക്കാരൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് പിറകി നിന്ന് കളിക്കുന്ന ശക്തമായ തിന്മയുടെ സാന്നിധ്യങ്ങൾ നമ്മുടെയൊക്കെ ദേശത്തുണ്ട് എന്ന് തിരിച്ചറിയാം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ദുഷ്ടനിൽ നിന്നും കാക്കുവാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന നമുക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമോ? ഉറക്ക മറുപടി പറ. പറ്റില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ദുഷ്ടനിൽ നിന്ന് കാക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും പരമമായൊരു പ്രാർത്ഥന ഇനി ദൈവസന്നിധിയിൽ എത്താനില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്കിന്ന് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തടസ്സങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ടോക്കിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കുർബാനയുടെ മധ്യേ കർത്താവ് തന്ന സന്ദേശം ഇത് വളരെ കണ്ടിന്യൂറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ബാക്കിയുള്ള സെഷൻ നമ്മൾ മുമ്പോട്ട് പോവുക. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തെ ഇന്ന് സാത്താൻ വേട്ടയാടുന്നുണ്ടോ?
ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അല്പസമയം സ്തുതിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ കടന്നു വരണമേ. ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ സജീവമായ സാന്നിധ്യം നൽകണമേ. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. പുത്രനായ ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. പരിശുദ്ധ റൂഹായെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധമേ, സ്വർഗീയ ദൂതഗണങ്ങളെ, ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന, തകർച്ചയിലായിരിക്കുന്ന ഒത്തിരിയേറെ മക്കള് ഓൺലൈനിലുമെല്ലാം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതങ്ങളെയും കർത്താവേ ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ അഭിഷേകവും കൃപയും നൽകി ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. മനസ്സിന്റെ വേദനകളോടുകൂടി കടന്നു വന്ന മക്കളുടെ ജീവിതത്തിലേക്ക് പുതിയ അഭിഷേകം നൽകി അവിടെ മനസ്സിന്റെ ഭാരം, ദുഃഖം, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ ആ ഭവനത്തെ വിട്ടുപോകട്ടെ. ഈ ദേശത്തിന്റെ തിന്മയുടെ അധിപതിയെ ഈ നിമിഷം വിശുദ്ധ കുർബാനയുടെ യോഗ്യതയോട് ചേർത്ത് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. വലിയ അഭിഷേകം ഒഴുകുകയാണ്. ഒത്തിരിയേറെ ഭവനങ്ങളിലേക്ക് ഈ നിമിഷം കഴിഞ്ഞൊഴുകുകയാണ്. കർത്താവിന്റെ വലിയ സാന്നിധ്യം. കർത്താവ് ഇന്ന് ഉപേക്ഷിച്ച പല ഭവനങ്ങളിലേക്കും കർത്താവ് കടന്നു വരുന്ന അത്ഭുതകരമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾ, നമ്മുടെ പരാജയങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു കഴിഞ്ഞു. അവിടെ നമുക്ക് വേണ്ടി ഇന്ന് ഈ വിശുദ്ധ കുർബാനയിലൂടെ തമ്പുരാന്റെ സന്നിധി, ദൈവപിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇനി ഭക്താശരാവേണ്ട, നിരാശരാവേണ്ട. ദുഃഖവും ദുരിതങ്ങളുമെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.